ഗുഡ് മോർണിംഗ് ഗൈസ്. ഞാനിന്ന് വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന്. ഇപ്പം സമയം വന്നിട്ട് രാവിലെ 5:30. അപ്പം സാധാരണ ഇപ്പം ഈ സമയത്തൊക്കെയാണ് എണീക്കണം. 5:30, 4 മണി, 5 മണി അങ്ങനെ. അന്ന് മോർണിംഗ് ഷിഫ്റ്റ് ആകുമ്പോൾ ഈ സമയത്താണ് എണീക്കുന്നത്. ഇപ്പം നാട്ടിലുള്ള സമയത്ത് ഒരു 6 മണി പോലും കാണാൻ പ്രത്യേകിച്ച് എഫേർട്ട് എടുക്കാറില്ല, രാവിലെ എണീക്കാറില്ല. പക്ഷെ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ. എന്ത് ചെയ്യാനാ. അപ്പോൾ ഇന്ന് പുറത്താണെങ്കിൽ ഭയങ്കര മഴ, ഇടി മിന്നലും ഭയങ്കര പ്രശ്നമാണ് പുറത്തുനിന്ന്. അപ്പം ഇനിയിപ്പോൾ അധികം വൈകിക്കാതെ നമുക്ക് ബാക്കിയുള്ള പരിപാടി ചെയ്യാം. രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇവിടെ ലൈറ്റിങ് കുറച്ച് പുറത്തെ മഴയുടെ ഒച്ചയായിട്ട് നിങ്ങൾ കേൾക്കണേ, ഭയങ്കര മഴ. അപ്പോൾ ഇവിടെ ലൈറ്റിങ് ഭയങ്കര ഒരു ദുരന്തമായിരിക്കും. ഫസ്റ്റ് തന്നെ എൻ്റെ ഫേസ് വാഷ് കഴിഞ്ഞ ഉടനെ ഐ യൂസ് ടു ഡു മൈ മോർണിംഗ് സ്കിൻ കെയർ. എന്നിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും. ഞാനിപ്പം പൗഡർ യൂസ് ചെയ്യൽ ഞാൻ നിർത്തി. അതിന് പകരം ഞാനിപ്പം മാറ്റിൻ്റെ സൺസ്ക്രീൻ സ്റ്റിക്കാണ് ഗൈസ് എൻ്റെ ഇപ്പോഴത്തെ കറൻറ്റ് ഫേവറേറ്റ്. ഞാൻ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്ത് ചെറുതായിട്ടൊന്ന് കുറച്ചു. ഇത് ലിപ് ടിൻ്റാണ്, ബെനറ്റിൻ്റെ ഈ ഷെയ്ഡ്, വിച്ച് ഐ ലവ്. ചുണ്ട് കുറച്ച് ഡ്രൈ ആവും, പക്ഷെ ഞാൻ ലിപ് ബാമൊക്കെ തേച്ച് സെറ്റാക്കും. ഈ ചെയ്യുന്ന ഒരുങ്ങുന്നതിൻ്റെ മെയിൻ പ്രോസസ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് മസ്കാര. ഓക്കെ, നമുക്ക് ഇനി ഇത് കുറച്ചിപ്പം ചുണ്ടിപ്പോൾ ഡ്രൈ ആയി. ഇനി അതിൻ്റെ മണ്ടയ്ക്ക് നമുക്ക് ലിപ് ലൈനർ ഇടാം. ഓക്കെ, ഗുഡ്. ഇതൊക്കെ ഇപ്പോൾ ഇടുന്ന എന്തിനാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഫുഡ് കഴിക്കുമ്പോഴൊക്കെ പോവും, പക്ഷെ ഞാൻ വിചാരിച്ചു എല്ലാം ചെയ്യാം. നൈസ്. ഇനി നമുക്ക് കാണിക്കാൻ പോവാം. ഓക്കെ, ആരും എണീറ്റിട്ടില്ല ഈ സമയമാകുമ്പോൾ. ഗായത്രി ചിലപ്പോൾ ഇപ്പോൾ എണീറ്റ് വരും കേട്ടോ. സോ ദിസ് ഈസ് മൈ ഫൈനൽ ലുക്ക് ഓഫ് ടുഡേ. ഓക്കെ, ഇനി നമുക്ക് എന്താ കഴിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇത് കണ്ട ആരും ഞെട്ടണ്ട അമ്മേ. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ സ്വീറ്റ് പൊട്ടാറ്റോ. ഇത് കഴിക്കുന്നതിനൊരു രീതിയുണ്ട്, അത് ബോയിൽ ചെയ്തതിനൊരു രീതിയുണ്ട്. ഞാൻ ഇന്നലെ അത് ചുമ്മാ നമ്മളെ ഈ ഉരുളക്കിഴങ്ങ് ഇട്ടങ്ങ് വേവിക്കുന്ന പോലെ കുക്കറിലിട്ട് 2 അടിയും കടിച്ച് അതെന്തായാലും പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ കൊളാക്കി. നമുക്കിനി 2 മുട്ട പുഴുങ്ങാം. പിന്നെ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഗാർലിക് ബ്രെഡ്. ഇന്ന് നമ്മൾ കുറച്ച് ഹെൽത്തി ആക്കാം. എല്ലാ ദിവസവും ഞാൻ ചപ്പാത്തി എന്തെങ്കിലും കറിയൊക്കെയാണ് കൂട്ടുന്നത്. ഇന്ന് മൊത്തത്തിൽ നമുക്ക് ഹെൽത്തി ആവാം. ഞാൻ ഇതിനിടയ്ക്ക് പെട്ടെന്ന് പോയി ഡ്രസ്സ് മാറ്റി. കാരണം ഞാനിപ്പോൾ സമയം നോക്കിയപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് വൈകിപ്പോയി. വ്ളോഗ് എടുത്ത് ടൈം പോയതറിഞ്ഞില്ല. ഇനിയിപ്പോൾ ഇത് കഴിക്കാൻ സമയമുള്ളതെന്ന് വെച്ചാൽ അതും എനിക്കറിയില്ല. ഇതൊക്കെ കെട്ടിപ്പൂട്ടി പാക്ക് ചെയ്ത് കൊണ്ടുപോകേണ്ടി വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഐ ഡോണ്ട് തിങ്ക് കഴിക്കാൻ സമയമുണ്ടെന്ന്. ഓക്കെ, നമുക്ക് കഴിക്കാൻ സമയമില്ല, നമുക്ക് പാക്ക് ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റ്, ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്.
ഇപ്പം എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് മുഞ്ചി ജ്യൂസ് കുടിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങും. അത് മാത്രമല്ല ഞാൻ ഇന്ന് ബസ് നോക്കിയപ്പം ശനിയാഴ്ച ആയതുകൊണ്ട് ബസ്സില്ല, നമുക്ക് നടക്കണം. ഇവിടുന്ന് അറൗണ്ട് ഒരു 45-50 മിനിറ്റ്സ് നടക്കാനുണ്ട് അങ്ങോട്ട്. നമ്മുടെ സാധനങ്ങളൊക്കെ ഞാൻ പാക്ക് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ഇറങ്ങാം. ലേറ്റായി ഇറങ്ങാം. ലേറ്റായി ഗൈസ്, ഭയങ്കരമായിട്ട് ലേറ്റായി. ഞാനിനി ഓടട്ടെ. ഞാനിനി വ്ളോഗ് എടുക്കുന്നില്ല, ഞാനവിടെ ചെന്നിട്ട് വ്ളോഗാക്കാം. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഇവിടെയൊക്കെ വീഴും. നാട്ടിലെ പോലെയായി ഏറെക്കുറെ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വ്ളോഗ് എടുത്ത് കഴിഞ്ഞാൽ ഞാൻ തെന്നി അടിച്ച് വീഴും. ഇനിയിപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് കാണിക്കാം. ഞാൻ ഓടുമോ ഇവിടുന്ന്. ഓക്കെ, ഈ മഴ പെയ്ത് കഴിഞ്ഞാലുള്ളൊരു വൃത്തികെട്ടൊരു ചൂടില്ലേ, ഞാൻ വേർത്ത്, ഞാൻ കുളിച്ച്, ഭയങ്കര ചൂട്. സംഭവം 24 ഡിഗ്രി എന്തോ ഉള്ളൂ, പക്ഷെ എന്നാലും ഭയങ്കര ചൂട്. എനിക്ക് പറ്റുന്നില്ല, ഞാനങ്ങ് വേർത്തൊന്ന് കുളിക്കുക. ഒരു കാർ ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടില്ല. ലൈസൻസ് എടുത്തിട്ട്, എനിക്ക് ലൈസൻസ് ഉണ്ട്, സ്റ്റിൽ എനിക്ക് കാർ ഓടിക്കാൻ അറിയില്ല. ടിപ്പിക്കൽ മല്ലു ഗേൾസ്. അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പം കുറേ പേരൊക്കെ വണ്ടി ഓടിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു, ഞാൻ എന്തല്ലേ ലൈസൻസ് ഉണ്ടായിട്ട് വണ്ടി ഓടിക്കാൻ അറിയില്ല. വിച്ച് ഈസ് ബാഡ്, വെരി ബാഡ്. ശരിക്കും പറഞ്ഞാൽ വണ്ടി ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ താമസിക്കുന്ന വീട്ടിൽ നിന്ന് കഷ്ടിച്ചൊരു 5 മിനിറ്റേ ഉള്ളൂ. നടക്കാനായതും കൊണ്ട് ഇപ്പോൾ 1 മണിക്കൂർ. എന്തിനാ വെറുതെ ഓരോ ക്രീമൊക്കെ വലിച്ച് തേച്ച് തന്നെ എല്ലാം പോയി. ഗൈസ് ഫൈനലി നമ്മളിവിടെ എത്തി. ഇതാണ് ഗൈസ് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലം. അവിടെയാണ് ഗൈസ് ഞാൻ നിൽക്കുക. ഓ, ഞാനിപ്പോൾ കയറി കഴിഞ്ഞാൽ ചെക്കൗട്ടിൽ നിൽക്കണം. വേറെ ആരും ഇല്ല ഇപ്പം ഇന്ന് കയറാൻ. ഞാനിവിടെ വന്ന പാട് ഫ്രിഡ്ജ് തുറക്കും. എന്തിനാന്ന് എനിക്കറിയില്ല, എന്തിനുണ്ടാവുന്ന. അയ്യോ, എനിക്കൊന്ന് കാറ്റ് എവിടെ നിന്നും കിട്ടിയിരുന്നെങ്കിൽ. അയ്യോ, ഞാൻ വിചാരിച്ചു നമുക്കിനി 5 മിനിറ്റ് സമയമുണ്ട്. ആ 5 മിനിറ്റ് സമയം കൊണ്ട് ഒരു മുട്ട കഴിക്കാം. മടുത്ത്, ജോലിക്ക് കയറിയില്ല, അതിന് മുന്നേ ഞാൻ മടുത്തു. ഇതെല്ലാം കഴിക്കണമെന്നുണ്ട്, ഭയങ്കര വിശപ്പ്. ഇത് കോഫിയല്ല, പാല്. അമ്മ പറഞ്ഞു പാൽ കുടിക്കാൻ രാവിലെ, പാലും മുട്ടയും കാൽഷ്യം. നാട്ടിലുള്ളപ്പോഴോ നമ്മുടെ വാക്ക് കേൾക്കാറില്ല. എപ്പോഴെങ്കിലും വിശന്നിട്ട് കുറച്ച് ആശ്വാസം കിട്ടി. 2 മിനിറ്റ് സമയം, 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരു ഗാർലിക് 2 മിനിറ്റ് കൊണ്ട് ഗാർലിക് ബ്രെഡ്. ഗുഡ്. ഇനി ഷിഫ്റ്റിന് കയറട്ടെ. ഇപ്പോൾ എനിക്കൊരു ടീ ബ്രേക്ക് കിട്ടിയത്. ഇപ്പം 9:45 അപ്പോഴാണ് എനിക്ക് ടീ ബ്രേക്ക്. എനിക്കെന്നിട്ട് 10:30 ലഞ്ച് ബ്രേക്ക് ഉണ്ട്. എന്നിട്ട് വേണം എനിക്കൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ.
കേസ് എൻ്റെ ബ്രേക്ക് കഴിഞ്ഞു. ഞാൻ തിരിച്ച് നേരെ ഷിഫ്റ്റിന് കയറാൻ പോകും. ഇതിപ്പം വന്ന് വ്ളോഗ് മൊത്തം എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ മാത്രമുള്ളൂ തോന്നുന്നുണ്ട്. അപ്പോൾ കേസ് ഇനി ഷിഫ്റ്റ് എനിക്ക് ലഞ്ച് ബ്രേക്ക് ആവും. അപ്പം അടുത്ത തീറ്റയ്ക്കായിട്ട് കാണാം. നമുക്ക് ഈ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും പറ്റില്ല എന്നെനിക്ക് മനസ്സിലായി. വയറ് അടിപൊളിയായിരുന്നു. നമുക്ക് പറ്റുന്നത് ഫുഡ്, കടലക്കറി, ഇടിയപ്പം, ദോശ, അങ്ങനത്തെ ലഘു ഭക്ഷണങ്ങൾ മാത്രമേ നമുക്ക് നമ്മുടെ വയറ്റിന് പിടിക്കുകയുള്ളൂ. ഞാൻ വലിയ കാര്യത്തിൽ സ്വീറ്റ് പൊട്ടാറ്റോ ബോയിൽഡ്, വേവിച്ച സ്വീറ്റ് പൊട്ടാറ്റോ, കോണ്, രണ്ട് പുഴുങ്ങിയ മുട്ട, പിന്നെന്തായിരുന്നു ഗാർലിക് ബ്രെഡ്, ഇത്രയും കഴിച്ചപ്പോൾ തന്നെ എൻ്റെ വയറങ്ങ് കഴിച്ചതെല്ലാം പോയി എന്ന് മാത്രമല്ല എൻ്റെ ഹാഫ് ആൻ അവർ ബ്രേക്ക് അങ്ങനെയും പോയി. ഞാൻ വെച്ചത് കോഫിയിൽ ഇനി ഒന്നും കഴിക്കുന്നില്ല. വയ്യാണ്ടായി. എൻ്റെ ബ്രേക്ക് കഴിഞ്ഞു. ഇനിയിപ്പം ഷിഫ്റ്റ് എൻ്റെ 1 മണിക്ക് കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിൽ പോവാം. അപ്പം ഞാനിപ്പോൾ എൻ്റെ ബാഗൊക്കെ എടുത്തോണ്ടാണ് പോവാം. എൻ്റെ സാമക ജമ്പക വസ്തുക്കളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഇനി ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് കാണാം. ഷിഫ്റ്റ് കഴിഞ്ഞു ഗൈസ്. അയ്യോ, ഇന്ന് സാറ്റർഡേ ആയതും കൊണ്ട് ഇങ്ങനെ ഭയങ്കര തിരക്കായിരുന്നു. എന്തെങ്കിലും നമുക്ക് ഡിസ്കൗണ്ടിനുണ്ടോ എന്ന് നോക്കാം. ഗൈസ്, സാധനങ്ങൾ വാങ്ങിക്കാനൊന്നും കിട്ടിയില്ല, അവിടെ ഒന്നും ഇല്ലായിരുന്നു. നമ്മളിപ്പോൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങി. മഴ എനിക്ക് കുറെ എടുക്കാൻ വയ്യ, അടുത്ത് തന്നെയാണ് ബെസ്റ്റ്. അപ്പം നമുക്ക് നടക്കാന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ടാണെങ്കിൽ വല്ലതും കഴിക്കണം. രാവിലെ കഴിച്ചതെല്ലാം കുതാഹവ ആയല്ലോ. അപ്പം നമുക്കിനി വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കണം. പിന്നെ ഒരു സീരീസ് ഇറങ്ങിയിട്ടുണ്ട്. അത് ഭയങ്കര ഒരു സൈക്കോളജിക്കൽ ത്രില്ലറാന്നൊക്കെയാണ് പറഞ്ഞത്. പേര് ഞാൻ മറന്നുപോയി. ഞാനത് വീട്ടിൽ ചെന്നിട്ട് ഞാൻ പറയാം. മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയാട്ടത്. രാവിലെ എപ്പം ഞാൻ ഇറങ്ങിയ സമയത്തും മഴയുണ്ടായിരുന്നു. ഇതിപ്പോഴും മഴ. ഏതാണ്ട് നാട്ടിലെ കാലാവസ്ഥ പോലെയുണ്ട് ഇപ്പോഴും. ഇവിടുത്തെ കാലാവസ്ഥ നോക്കുമ്പം ഫുള്ള് മഴയും വെള്ളവും. നമ്മളെ വീട്ടിലെത്തി. ഗൈസ്, അപ്പോൾ ഞാൻ വന്നിട്ട് ഡ്രസ്സൊക്കെ മാറ്റി. ഇനിയിപ്പം കഴിക്കാൻ എന്തുള്ള നോക്കാം. കഴിച്ചിട്ട് നമുക്ക് സീരീസ് കാണാം. നമുക്ക് ചോറ്, പൊട്ടാറ്റോ ഫ്രൈ, പൊട്ടാറ്റോ മെഴുക്ക് വരട്ടി, മൊത്തത്തിലൊരു കിഴങ്ങിൻ്റെ കളിയാണ്. എന്നാലും കുഴപ്പമില്ല. മോര് കറി, ചോറ്. പത്ത് മന്ത് കഴിക്കുമ്പോഴൊരു ആശ്വാസം. ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. കൊള്ളാം. ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് വരാം ഗൈസ്. ഓക്കെ, നമ്മൾ ഫുഡ് കഴിച്ചു. ഇനി നേരെ സീരീസ്. ഗൈസ്, നമ്മുടെ ഈ ഒരു വെബ് സീരീസ് കഴിഞ്ഞു. സീക്രട്ട് സ്റ്റോറീസ് റൊസ്ലിൻ. ഞാനിത് ശരിക്കും പറഞ്ഞ ഇൻസ്റ്റഗ്രാമിൽ ഒരു റീല് കണ്ടിട്ടാണ് ഞാൻ ഇതിനെപ്പറ്റി അറിഞ്ഞത്. അല്ലാതെ എനിക്ക് വേറെ ഇത് ഇറങ്ങിയതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഇറ്റ്സ് നൈസ്. ഞാനിതിലെ ഇതിലൊരു കിടിലൻ ട്വിസ്റ്റ് ഉണ്ട്. ഇത് നിങ്ങളും കാണണം. എന്നുവെച്ചാൽ ഇതിൻ്റെ ഇനിയിപ്പോൾ സ്പോയിലേഴ്സ് ഇറങ്ങും ഇൻസ്റ്റഗ്രാമിൽ, എന്തായാലും ഇറങ്ങും. അതിന് മുന്നേ കാണാൻ പറ്റുന്നവർ കാണുക. എന്ന് വെച്ചാൽ ഇത് ഭയങ്കര അടിപൊളി മൂവിയെന്ന് ഞാൻ പറയുന്നില്ല, ഭയങ്കര വാവ് അങ്ങനെയല്ല, ബട്ട് നൈസ്. ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്, ദാറ്റ് ഈസ് റിയലി നൈസ്. ഒട്ടും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല. പിന്നെന്താ, ഇന്നത്തെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് എനിക്ക് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. രാവിലെ എണീറ്റു, ജോലിക്ക് പോയി, ഫുഡ് കഴിച്ചു. ഒരു സിനിമ എല്ലാ ദിവസം കാണത്തില്ലായിരിക്കും, ബട്ട് എന്തെങ്കിലുമൊക്കെ കാർഡ്സ് കളിക്കുകയോ അല്ലെങ്കിൽ വർത്തമാനം പറയുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇന്നിപ്പോൾ ഇങ്ങനെ പോയി. ഇനിയിപ്പോൾ ഫുഡ് കഴിച്ച് കിടക്കുക. ഇന്നത്തെ ദിവസം ഇത്രേ ഉള്ളൂ.
അപ്പം ഇന്ന് ഈ ഒരു വ്ളോഗിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു ഡേ ഇൻ മൈ ലൈഫ്, ഒരു കാഷ്വൽ ഡേ ഇൻ മൈ ലൈഫാണ്. എൻ്റെ കൈ കാണിക്കും. അപ്പോൾ ഈ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതൊക്കെയാണ് സാധാരണ നടക്കാറ്. അപ്പം ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത്ര നേരം കണ്ടതിൽ താങ്ക് യു സോ മച്ച്. പിന്നെ ഞാൻ കുറച്ചും കൂടി ഇനിയൊരു അത്ലീറ്റിൽ ലൈഫ് എങ്ങനെയാണ് എന്നൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വീഡിയോസ് ഇടണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. എൻ്റെ വ്ളോഗ് കാണുന്ന ആൾക്കാർ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ആൻഡ് പ്ലീസ് ഡു ലൈക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. ബെല്ലൈക്കണും കൂടി അമർത്താൻ മറക്കരുത്. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ